ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പുഴയിൽ നാളെ കൂടുതൽ പരിശോധന നടത്തും. ലോറിക്കായി പുഴയിൽ പരിശോധന നടത്തുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. പുഴയിൽ നിന്ന് 40 മീറ്റർ മാറി സിഗ്നൽ കണ്ടെത്തി. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നൽ ജില്ലാ ഭരണകൂടത്തിന് ISRO കൈമാറി. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ ഇനി പുഴ കേന്ദ്രീകരിച്ചാകും തിരച്ചിൽ എന്നുള്ളത്. ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട് അവിടെ? ശ്രീജിത്ത്, കേൾക്കാമോ? ഇന്ന് തിരച്ചിലിൽ കാലാവസ്ഥ പ്രതികൂലമായിരുന്ന തിരച്ചിലിനെ അല്പം ബാധിച്ചിരുന്നു. നാളെ പുലർച്ചയോടെ തിരച്ചിൽ വീണ്ടും ആരംഭിക്കും. പുഴയിലായിരിക്കും എന്നുള്ളത്. ഈ പ്രതികൂലമായ കാലാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. കാരണം നാളത്തെ തിരച്ചിൽ അത് വിഘാതമായേക്കാൻ അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? തീർച്ചയായും ഇന്നത്തെ ദിവസം വലിയ പ്രതീക്ഷയോടെയാണ് സൈനികർ ഉൾപ്പെടെയുള്ളവർ ഈ ദൗത്യം ആരംഭിച്ചത്. കാരണം 10 മണിയോടെ തന്നെ ഈ കരപ്രദേശത്ത് ഒരു റഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു. പിന്നീട് അത് മാർക്ക് ചെയ്തായിരുന്നു ഈ ഇത്തരത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. പക്ഷേ അതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടാകുകയും മറ്റൊരു സംഭവം ഉണ്ടായി. ഇതിനിടയ്ക്ക് നിർഭാഗ്യമായ മറ്റൊരു സംഭവം, ഈ പോലീസ് സേനാംഗങ്ങളെത്തി ഈ മലയാളി ദൗത്യ സംഘത്തിലെ പല ആൾക്കാരെയും അവിടെ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും പൂർണ്ണമായി മണ്ണ് മാറ്റിയിട്ടും ലോറി കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു എന്തായാലും അവിടെ ലോറി ഇല്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടായിരുന്നു 4 മണിയോടെ തന്നെ സൈനികർ ഈ സ്ഥലത്ത് ലോറി ഇല്ലെന്ന് തറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആണ് സമീപത്തെ പുഴ കേന്ദ്രീകരിച്ച് തിരച്ചിലിനായി സൈന്യം തന്നെ മുന്നോട്ടിറങ്ങുന്നത്. നിലവിൽ പുഴക്കരയിൽ നിന്നും 40 മീറ്റർ മാറി ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ നാളെ ആ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുവാനാണ് സൈന്യത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ റഡാർ സിഗ്നൽ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ചാണ് നാളെയും പരിശോധന നടത്താനുള്ള തീരുമാനം. ആ പ്രദേശത്ത് കൂടുതൽ ആഴത്തിലുള്ള പരിശോധന ആവശ്യമാണെന്നാണ് നിലവിൽ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറിന് ഉൾപ്പെടെ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ISRO കൈമാറിയിട്ടുണ്ട്. അത് പരിശോധിച്ചും നാളെ കൂടുതൽ പരിശോധന നടത്തുവാനാണ് ദൗത്യസംഘത്തിന്റെയും അതോടൊപ്പം തന്നെ സേനയുടെയും കരസേനയുടെയും നാവികസേനയുടെയും എല്ലാം തീരുമാനം. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.